السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ വേദിയല്ല, നമുക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി നമ്മുടെ ഉസ്താദ് അവர்கள் വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501 ജന്മദിനത്തിന്റെ ഭാഗമായി കൊളയാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും ബഹ്ജെ മദീന മീലാദ് കമ്മിറ്റിയും സംഘടിപ്പിക്കുന്ന മീലാദ് പരിപാടിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷം മുമ്പ് ഈ ലോകത്തേക്ക് വന്ന് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മുഅ്മിനുകൾക്കും പ്രവാചകരായി, മാർഗദർശകരായി 15 പതിറ്റാണ്ട് മുമ്പ് ലോകത്തേക്ക് വന്ന് 63 വർഷം വരെ ഈ ലോകത്ത് ജീവിച്ച് മാതൃക കാണിച്ചു തന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണ്, ജന്മദിനത്തിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല, പരിസര നാടുകളിലും, ഇന്ത്യ രാജ്യം മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും എല്ലാവരും പല പല രൂപത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്താണ് ഇതിന് കാരണം? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോക ജനങ്ങൾക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ ഞാൻ പഠിച്ചിട്ടില്ല നബിയെ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഒരു അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകുമ്പോ അതിനു വേണ്ടി നന്ദി ചെയ്യുക എന്നുള്ളത്, ശുക്ർ ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ബാധ്യതയാണ്. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി ഫബിദാലിക യഫ്റഹു. അല്ലാഹുവിന്റെ കാരുണ്യത്തിലും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലും നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വാചനം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഒരു കാരണമായാണ് ലോകത്തേക്ക് അനുഗ്രഹമായി കടന്നു വന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ജന്മദിനം ഞങ്ങൾ കൊണ്ടാടുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിനു വേണ്ടി നമ്മുടെ മഹല്ല് കമ്മിറ്റി ഇന്ന് മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് നമ്മുടെ ഉസ്താദ് ഇന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ തരാൻ ഇവിടെ വന്നിട്ടുള്ളത്. കേവലം 1-2 മണിക്കൂറുകൾ മാത്രം പറഞ്ഞതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞു തീർക്കാൻ ആർക്കും കഴിയുകയില്ല. മുമ്പൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളെ, മരങ്ങളെ പേനയായി ഉപയോഗിച്ചുകൊണ്ടും മുഴുവൻ സമുദ്രങ്ങളെ മഷിയായി ഉപയോഗിച്ച് ഹബീബായ തങ്ങളുടെ മദ്ഹുകൾ എഴുതിയാൽ ആ മഷി തീർന്നു പോവുക എന്നല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് എഴുതി അവസാനിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത്രയും അർത്ഥവത്തായ വാക്കാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് ദിവസമായി നമ്മുടെ പിഞ്ചുമക്കൾ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹ് ഗാനങ്ങൾ പഠിക്കുന്നു, പ്രസംഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
അതിനു വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഉസ്താദുമാരുണ്ട്, രക്ഷിതാക്കളുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാർ കുറെ ദിവസങ്ങളായി രാത്രി ഉറക്കമൊഴിഞ്ഞുകൊണ്ട് നമ്മുടെ നാട് അലങ്കരിക്കുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് നമ്മളെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഒരിക്കലും നമ്മൾ മറന്നുകൂടാ. നമുക്ക് വേണ്ടി ചോര നീരാക്കിയാണ് അവർ പ്രവാസ ലോകത്ത് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജോലികളിലൊക്കെ ബറക്കത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥന ആശംസയായി പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.